കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് എത്തുകയാണ് അവിനാശ്. സീറ്റൗട്ടിലേക്ക് വരുന്ന ചാന്ദിനിയോടായി സുഭാഷിന്റെ കല്യാണം മുടങ്ങിയ കാര്യം അവിനാശ് പറയുന്നുണ്ട്. സുഭാഷ് വിഷമത്തോടെ സീറ്റൗട്ടിലെ ചെയറിലിരിക്കുകയാണ്. ചാന്ദിനിയോട് അവിനാശ് ചായ എടുക്കാനായി പറയുമ്പോഴേക്കും അവൾ ചായ എടുക്കാനായി പോകുന്നു. വിഷമത്തോടെ ഇരിക്കുന്ന സുഭാഷിനെ വിട്ടുകളവയ്യ, പോട്ടെ എന്ന് പറഞ്ഞ് അവിനാശ് ആശ്വസിപ്പിക്കുകയാ. ഹരീഷ് നന്നായിരിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ അവിനാശെ, അത് ഇങ്ങനെയാവുമെന്ന് കരുതിയില്ലെന്ന് സുഭാഷും. അപ്പോഴേക്കും ചാന്ദിനി സുഭാഷിന് ചായ കൊണ്ട് കൊടുക്കുകയാ. ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ചായ കുടിക്കുന്ന അവിനാശും. സുഭാഷും പറയുന്നുണ്ട്, ഏയ് എനിക്കെന്ത് വിഷമം, എനിക്കതിൽ സങ്കടമൊന്നുമില്ല. പക്ഷെ വീട്ടിലുള്ളവർക്ക് വലിയ സങ്കടമായിരിക്കുക. ഇത്തവണ ഇത് നടക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പ് കൊടുത്തത് ഞാനാ. പക്ഷെ ഒന്നുണ്ട്, അവർക്കാർക്കും അത് ഇഷ്ടമായിരുന്നില്ല. ഇത് വേണോന്ന് അവർ വീണ്ടും വീണ്ടും ചോദിച്ചിരുന്നു. നീതു ഇനിയും കുറെ കാലം കാത്തിരിക്കേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ എന്നെക്കുറിച്ച് പോലും ഓർക്കാതെ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ, അപ്പോ എൻഗേജ്മെന്റ് നിന്നതിൽ വിഷമമില്ലെന്നാണോ എന്ന് അവിനാശം ചോദിക്കുക. വിഷമമുണ്ട്, അതിത് മുടങ്ങിയതിലല്ല. ഹരീഷിന്റെ കല്യാണം വീണ്ടും തള്ളിപ്പോയല്ലോന്നോർത്ത്. അന്നൊരു തവണ നേരിൽ കണ്ടു എന്നല്ലാതെ ഞാൻ ആ കുട്ടിയോട് പിന്നീട് സംസാരിച്ചിട്ടില്ല. സുധീഷ് ഫോൺ നമ്പർ വാങ്ങിത്തന്നെങ്കിലും ഒരിക്കലും എനിക്ക് വിളിക്കാനും തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ഇത് നടക്കാനുള്ളതായിരിക്കില്ലെന്ന് സുഭാഷ് പറയുകയാ. സുഭാഷ് ഏട്ടൻ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. വീട്ടുകാര് സുഭാഷ് ഏട്ടനെ കുറിച്ചും. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് നിങ്ങളെ അറിയാവുന്നതല്ലേ. ഞാനും ആ കുടുംബത്തിലെ ഒരു മെമ്പറെ പോലെയല്ലേ. അതുകൊണ്ട് അവരെ പോലെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടന്നു കാണണമെന്ന് എനിക്ക് മോഹമുണ്ടെന്ന് അവിനാശും പറയുകയാ. സുഭാഷും വിഷമത്തോടെ പറയുന്നുണ്ട്, എനിക്കൊന്നും കല്യാണത്തിന് രാശിയില്ല അവിനാശെ, അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി എങ്ങനെയെങ്കിലും ഹരീഷിന്റെ കല്യാണം നടത്തണം. അവൻ സമ്മതിക്കില്ല, പക്ഷേ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. എന്റെ കല്യാണം നടക്കാത്തതിനെ കുറിച്ച് എനിക്കൊരു വിഷമവുമില്ല. എത്രയോ ആളുകൾ അവിവാഹിതരായി കഴിയുന്നു, അതിലൊരാളാണ് ഞാനെന്നും വിചാരിച്ച പോരെ എന്ന് സുഭാഷ് പറയുന്നതിൽക്കെ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സുഭാഷേട്ടാ എന്ന് അവിനാശം ചോദിക്കുക. എത്ര തവണയായി ഇങ്ങനെ ശ്രമിച്ചു മുടങ്ങുന്നു, എനിക്കിതൊരു തമാശയായി തോന്നുന്നു എന്ന് സുഭാഷ് വിഷമത്തോടെ പറയുന്നതുകൾക്ക് അവിനാശ് ഒരു നിമിഷം ചാന്ദിനിയെ ശ്രദ്ധിച്ച് സുഭാഷിനോടായി, ഇത് ചോദിക്കാവോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുക, എന്റെ അനിയത്തിയെ ഞാൻ സുഭാഷ് ഏട്ടന് വേണ്ടി അന്വേഷിക്കട്ടെ എന്ന അവിനാശിന്റെ ചോദ്യം കേൾക്കെ സുഭാഷ് അമ്പരപ്പോടെ ഇരിക്കുക. അതുകൾക്ക് ചാന്ദിനിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുകയാ. എവിടെയെല്ലാം പോയി പെണ്ണന്വേഷിക്കുന്നു, ഇവിടെ ഇങ്ങനെയുള്ള ഒരാളുള്ളപ്പോ അത് ആലോചിച്ചൂടെ. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് തന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിൽ നിന്ന് ഒഴിവാവാനാ. സുഭാഷ് ഏട്ടനെ പോലൊരാളാണെങ്കിൽ അവൾക്ക് എന്തുകൊണ്ടും നന്നായിരിക്കും എന്ന് അവിനാശ് പറയുന്നതിൽക്കെ, നീ എന്ത് ഈ പറയുന്നത് അവിനാശെ, ഇതൊരു തമാശയാണോ എന്ന് സുഭാഷൻ ചോദിക്കുക. അതെന്താ സുഭാഷേട്ടാ, ഞങ്ങൾക്ക് കാശില്ലാത്തോണ്ടാണോ എന്ന് അവിനാശിന്റെ ചോദ്യം കേൾക്കെ, ഛേ ഇത്ര പെട്ടെന്ന് നീ ഇങ്ങനെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇതിപ്പോഴല്ല, ഞാൻ മുമ്പേ ചോദിച്ചതാ. നാട് മുഴുവൻ പെണ്ണ് കണ്ട് നടക്കുന്നുണ്ടല്ലോ, എന്റെ അനിയത്തിയെ കെട്ടിക്കൂടെന്ന്. അതന്ന് സുഭാഷേട്ടൻ ചിരിച്ചു തള്ളി. എന്റെ പെങ്ങളായതുകൊണ്ട് പറയല്ല, ഇവള് നല്ല കുട്ടിയാ. സുഭാഷ് ഏട്ടനെ പോലെ ഒരാളിനെ അവൾക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ എനിക്കാവില്ല. നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളായിരിക്കും. ഒരു നല്ല സ്ഥലത്തേക്ക് ഇവളെ കെട്ടിച്ചയച്ച സന്തോഷം എനിക്കുമുണ്ടാകും എന്ന് അവിനാശ് പറഞ്ഞു നിർത്തുമ്പോഴും ചാന്ദിനി പുഞ്ചിരിയോടെ നിൽപ്പാ. സുഭാഷ് എന്തു പറയണമെന്നറിയാതിരിക്കെ സുഭാഷ് ഏട്ടൻ ഇപ്പൊ മറുപടി പറയണമെന്നില്ല, ആലോചിച്ചിട്ട് മതി. ഇനി ആലോചിച്ച് വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു വിഷമവുമില്ലെന്ന് അവിനാശ് പറയുന്നതുകൾക്ക് സുഭാഷ് പരുങ്ങലോടെ ചാന്ദിനിയെ നോക്കുന്നുണ്ട്. തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന ചാന്ദിനിയെ കാണെ സുഭാഷും ആകെ പതറിപ്പോവുകയാ. സുഭാഷ് നോക്കുന്നത് കാണാൻ ചാന്ദിനിയും പുഞ്ചിരിയോടെ നാണത്തോടെ അകത്തേക്ക് ഓടി പോവുകയാ. അകത്തു കയറി അവൾ വീണ്ടും ജനലിലൂടെ സുഭാഷിനെ നോക്കി പുഞ്ചിരിയോടെ നാണത്തോടെ നിൽപ്പാ. ചാന്ദിനിക്ക് തന്നെ ഇഷ്ടമാണെന്ന സത്യം സുഭാഷും തിരിച്ചറിയുകയാ. അവിടെ മുറ്റത്താകെ അസ്വസ്ഥതയോടെ നടക്കുകയാ ഹരീഷ്. അവന്റെ മനസ്സിൽ സുഭാഷ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓടിയെത്തുന്നത്. നിന്നെ വിശ്വസിച്ചിട്ടാ അവൾ അന്ന് ഇറങ്ങി വന്നത്. നീ അവളെ വിളിച്ചോണ്ട് പോയി സംസാരിച്ച് തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുചെന്നാക്കി. പാവം, അവൾക്കത് ശരിക്കും വിഷമമായി. അതും പോരാതെ നീ അവളോട് എന്റെ കല്യാണം കഴിഞ്ഞാലേ അവളെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞില്ലേ. ഞാനാണല്ലോ നിന്റെ കല്യാണത്തിന് തടസ്സമെന്നോർത്തപ്പോ വല്ലാതെ എനിക്ക് വിഷമമായി എന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറഞ്ഞതോർക്കെ അവൻ ടെൻഷനോടെ മുറ്റത്തുകൂടി നടക്കുകയാ. സുഭാഷും വളരെയധികം സന്തോഷത്തോടെയും പുഞ്ചിരിയോടെയും തന്റെ സൈക്കിളിൽ വീട്ടിലേക്ക് തിരിക്കുക. അവന്റെ മനസ്സിൽ അവിനാശ് തന്നോട് ചോദിച്ച കാര്യങ്ങളാണ് ഓടിയെത്തുന്നത്. ഇത് ചോദിക്കാമോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുക, എന്റെ അനിയത്തിയെ ഞാൻ സുഭാഷ് ഏട്ടന് വേണ്ടി ആലോചിക്കട്ടെ എന്ന് അവിനാശ് ചോദിച്ചതോർക്കെ അവൻ ചാന്ദിനിയെ ആദ്യമായി കണ്ടുമുട്ടിയതും അവരുമൊത്തുള്ള സ്നേഹ നിമിഷങ്ങളുമെല്ലാം ഓർത്തെടുത്ത് പുഞ്ചിരിയോടെ സൈക്കിൾ ഓടിച്ചു പോവുകയാ. ഹരീഷ് വീട്ടിലെത്തി വഴക്കു പറഞ്ഞതോർത്ത് ടെൻഷനോടെ തന്റെ കട്ടിലിരിക്കുകയാണ് നീതു. അവളുടെ മനസ്സിലെപ്പോഴും ഹരീഷിന്റെ വാക്കുകളാണ് കടന്നു വരുന്നത്. നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി സുഭാഷ് ഏട്ടന്റെ വിവാഹം കഴിയുന്നതുവരെ നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടി ഏതോ വീട്ടിൽ നിന്ന് ഏതോ പെണ്ണിനെ സുഭാഷ് ഏട്ടന്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് നീ ആലോചിക്കണ്ട. കാത്തിരിക്കാൻ പറ്റുമെങ്കിലാവാം, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചാ ചെയ്യ് എന്നൊക്കെ അവൻ പറഞ്ഞതും, ഇങ്ങനെ ചീത്ത വിളിക്കുന്ന ഒരുത്തന് വേണ്ടിയിട്ടാണോ നീ ഞങ്ങളോടൊക്കെ വഴക്കിട്ടത് എന്ന് അമ്മ ചോദിച്ചതുമൊക്കെ അവൾ സങ്കടത്തോടെ കരയുകയാ.
പിന്നീട് അവൾ തന്റെ മൊബൈൽ എടുത്ത് ഹരീഷിനെ വിളിക്കുകയാ. നീതുവിന്റെ കോൾ കണ്ട് ഹരീഷും ആ കോൾ കട്ട് ചെയ്യുകയാ. വീണ്ടും വീണ്ടും നീതു വിളിക്കുന്നുണ്ടെങ്കിലും ഹരീഷ് ആ കോളുകളെല്ലാം കട്ട് ചെയ്യുകയാ. ഒടുവിൽ സഹികെട്ട് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് എന്തിനാടി നീ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കെ എന്തിനാ ഹരീഷെ ചൂടാവുന്നേ എന്നവൾ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ കട്ട് ചെയ്താൽ സംസാരിക്കാൻ ഇഷ്ടമില്ലെന്ന് അറിഞ്ഞൂടെ, വീണ്ടും വീണ്ടും ഇങ്ങനെ ടോർച്ചർ ചെയ്യണോ എന്ന് ഹരീഷും. ഹരീഷെ ചീത്ത വിളിക്കല്ലേ പ്ലീസ് എന്നവൾ സങ്കടത്തോടെ പറയുന്നുണ്ട്. നാടകം നിർത്തിയിട്ട് ഫോൺ വെക്കടി എന്ന് പറഞ്ഞ് അവൻ ആ കോൾ കട്ട് ചെയ്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. നീതു വീണ്ടും വിളിക്കുമ്പോൾ ഹരീഷിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നത് കണ്ട് അവൾ സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ. അവിടെ ഹാളിൽ സുഭാഷേട്ടൻ വരുന്നുണ്ടോന്ന് നോക്കി ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നികേഷ്. നിധി അവിടെ ഒരു ചെയറിൽ ഇരിപ്പുണ്ട്. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വന്ന് എന്താടാ നികേഷേ എന്ന് ചോദിക്കുന്നത്. സുഭാഷേട്ടൻ പോയിട്ട് നേരം കുറെ ആയല്ലോ, കാണുന്നില്ലല്ലോ എന്ന് അവനും പറയുന്നുണ്ട്. വന്നു കയറി ഉടനെ എല്ലാരും കൂടി സുഭാഷേട്ടനെ വിചാരണ ചെയ്യുകയായിരുന്നല്ലോ. ആള് ശരിക്കും അപ്സെറ്റ് ആയിട്ടുണ്ടാവുമെന്ന് നിധി പറയുന്നുണ്ട്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യുമെന്നാ, ഈ ഒരു കാരണം കൊണ്ടാ സുഭാഷേട്ടൻ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അതിനു വേണ്ടിയിട്ടാണെങ്കിൽ നിശ്ചയം വരെ വിവാഹം കൊണ്ടുപോവേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന് സുധീഷൻ ചോദിക്കുക. മതി, ഇനി അത് തന്നെ പറയണ്ട. ദയവ് ചെയ്ത് സുഭാഷേട്ടൻ വരുമ്പോ ആ വിഷയം എടുത്തിടരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് നിധി പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ ഹരീഷ് അതുവഴി തന്റെ റൂമിലേക്ക് കയറി പോവുകയാ. അവനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നികേഷ് വീണ്ടും പറയുന്നുണ്ട് എനിക്ക് സുഭാഷേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുക. എത്ര തവണയായി വിവാഹം മുടങ്ങിപ്പോകുന്നു, സുഭാഷേട്ടൻ എങ്ങനെ ഇതിനെ മറികടക്കുന്നു എന്നോർക്കുമ്പോ വല്ലാത്തൊരു ടെൻഷൻ എന്ന് നികേഷും. അത് കേട്ട് സുധീഷും പറയുന്നുണ്ട് അത് നമ്മൾ തന്നെ വിചാരിക്കണം. സുഭാഷേട്ടന്റെ കൂടെ നിന്ന് ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ലെന്ന് ആളെ നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നവൻ പറയുന്നത് സമ്മതിച്ച് അതെ നമ്മളെല്ലാരും ഉണ്ടല്ലോ, വിചാരിക്കുന്നത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നേ, നോക്കിക്കോ എന്ന് നിധിയും പറയുന്നുണ്ട്. ആ കുട്ടിയോട് അത്ര ഇഷ്ടമുണ്ടായിട്ട് തീരുമാനിച്ച വിവാഹമൊന്നും അല്ലല്ലോ, സിറ്റുവേഷൻ കൊണ്ട് അത്രയിടം വരെ എത്തിയെന്നല്ലേ ഉള്ളൂ. സുഭാഷേട്ടൻ വരുമ്പോ നമ്മളിതൊന്നും മനസ്സിൽ വെക്കാത്ത പോലെ സംസാരിച്ചാ മതി, അപ്പൊ തന്നെ പാതി ശരിയായിക്കോളും എന്ന് നിധി പറഞ്ഞു നിർത്തുമ്പോഴേക്കും മുഖത്ത് അതേ പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും സുഭാഷ് സൈക്കിളിൽ അങ്ങോട്ട് എത്തുകയാ. ദേ സുഭാഷേട്ടൻ വന്നു എന്ന് നികേഷും എല്ലാവരോടുമായി പറയുന്നുണ്ട്. സന്തോഷത്തോടെയും ചിരിയോടെയും സുഭാഷേട്ടൻ കയറി വരുന്നത് കണ്ട് ചിരിച്ചോണ്ട് പെട്ടെന്ന് വട്ടായോ എന്ന് നികേഷും സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ എന്ന് സുധീഷും. അവൻ അങ്ങോട്ട് കയറി വന്ന സന്തോഷത്തോടെ എല്ലാരും കൂടി എന്ത് പറഞ്ഞിരിക്കുക എന്താ എന്ന് ചോദിച്ച് ചിരിയോടെ ഇരിക്കുന്നത് കാണേ സുഭാഷേട്ടാ എന്താ ചിരിക്കുന്നതെന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ കഴിച്ചോ എന്ന് സുഭാഷേട്ടനും. ഇല്ലെന്ന് നികേഷ് പറയുന്നതൾക്ക് അതെന്താ നിങ്ങൾക്ക് കഴിക്കാമായിരുന്നില്ലേ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നതൾക്ക് അങ്ങനെയല്ലല്ലോ ഇവിടെ പതിവ്, സുഭാഷേട്ടനെ കാത്തിരുന്നതാ ഞങ്ങളെന്ന് സുധീഷും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും നേരം കാത്തിരിക്കണോ മോളെ, ഒരു കാര്യം ചെയ്യ്, എല്ലാം എടുത്തു വെക്ക്, ഞാൻ ഈ വേഷം മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് തന്റെ റൂമിലേക്ക് എഴുന്നിട്ട് പോകുമ്പോഴേക്കും സുധീഷും നികേഷും എല്ലാം അന്തം വിട്ട് നോക്കി നിൽപ്പാ. നിധി നികേഷിനെ വിളിച്ച് നികേഷെ വാടാ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞ് അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുന്നേരം സുഭാഷേട്ടൻ എന്താ ഇങ്ങനെ മുഖത്തൊരു ചിരിയുണ്ടല്ലോ എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കുക. ഒന്ന് ചുമ്മാതിരിക്കും സുധീഷേ, വാടാ വന്നെല്ലാം എടുത്തു വെക്കുന്ന നികേഷിനെ വിളിച്ച് നിധി അടുക്കളയിലേക്ക് പോവുകയാ. നികേഷ് നിധിയുടെ പുറകെ പോകുമ്പോഴും സുധീഷ് സംശയത്തോടെ ആലോചിച്ചു നിൽപ്പാ. റൂമിലേക്ക് കയറിയ സുഭാഷും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വീണ്ടും അവിനാഷ് പറഞ്ഞത് സന്തോഷത്തോടെ ഓർക്കുകയാ. എവിടെയെല്ലാം പോയി പെണ്ണന്വേഷിച്ചു, ഇവിടെ ഇങ്ങനൊരാളുള്ളപ്പോ അത് ആലോചിച്ചൂടെ എന്നവൻ ചോദിച്ചതും ചാന്ദിനി നാണത്തോടെ പുഞ്ചിരിയോടെ അകത്തേക്ക് ഓടിപ്പോയതും അകത്തുനിന്ന് ജനലിലൂടെ തന്നെ നോക്കി നാണത്തോടെ ചിരിച്ചതുമെല്ലാം ഓർക്കെ അവനും സന്തോഷത്തോടെ ചിരിയോടെ നിൽപ്പാ. നിധിയും കൂട്ടരും അപ്പോഴേക്കും ഹാളിലിരുന്ന് ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയിരുന്നു. സുഭാഷേട്ടാ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് നികേഷ് വിളിക്കുന്നതൾക്ക് ഓർമ്മകളിൽ നിന്നുണർന്ന് ദാ വരുന്നു എന്ന് സുഭാഷും വിളിച്ചു പറയുക. അവൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി അങ്ങോട്ട് ചെന്ന് എല്ലാവരും എടുത്തോ എന്ന് ചോദിച്ച് തന്റെ പ്ലേറ്റിലേക്ക് ദോശ എടുത്തിട്ട് കറിയും എടുത്ത് കഴിക്കാൻ തുടങ്ങുക. ടെൻഷൻ ഒന്നുമില്ലാതെ അവനെടുത്ത് കഴിക്കുന്നത് കണ്ട് എല്ലാവരും അമ്പരപ്പോടെ അവനെ നോക്കിയിരിപ്പാ. കഴിക്കുന്നതിനിടയിൽ അവരെ ശ്രദ്ധിച്ച സുഭാഷും എന്താ നിങ്ങൾ കഴിക്കാതിരിക്കുന്നത്, കഴിക്ക് എന്ന് പറഞ്ഞ് നിധിയോടായി കഴിക്കും മോളെ എന്ന് പറയെ കഴിച്ചോളാമെന്ന് നിധിയും. എല്ലാവരും കഴിക്കുന്നതിനിടയിൽ സുഭാഷ് പുഞ്ചിരിയോടെ കഴിക്കുന്നത് കണ്ട് വട്ടായോ എന്ന് നികേഷ് മറ്റുള്ളവരോടായി ചോദിക്കുക. സുധീഷും സംശയത്തോടെ സുഭാഷേട്ടനെ വിളിച്ച് സുഭാഷേട്ടൻ ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ എനിക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ച് സുഭാഷ് വീണ്ടും കഴിക്കുകയാ. നികേഷും ചോദിക്കുന്നുണ്ട് അല്ല സുഭാഷേട്ടാ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സുഭാഷേട്ടൻ എങ്ങനെ കൂളായിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാന്ന്. എന്താടാ എനിക്ക് ചിരിക്കാനും പാടില്ല എന്ന് സുഭാഷേട്ടനും. നികേഷേ മിണ്ടാതിരിക്കുന്ന നിധി അവനെ വഴക്ക് പറയുന്നുണ്ട്. സുധീഷ് വീണ്ടും സുഭാഷേട്ടന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കെ എനിക്കൊരു പ്രശ്നവുമില്ല സുധീഷേ, വരാനുള്ളത് എന്തായാലും വരും, അതും വിചാരിച്ച് സങ്കടപ്പെട്ടോണ്ടിരിക്കാൻ പറ്റുമോ, കഴിഞ്ഞത് എന്തായാലും തിരുത്താൻ പറ്റില്ലല്ലോ എന്നവൻ പറയുന്നതുകൾക്ക് ഫിലോസഫിയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുകയാ. ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി, പ്രശ്നം തീർന്നില്ലേ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല, നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടുമെന്ന് പറയാറില്ലേ, അതുപോലെ തന്നെയായതും. അതുകൊണ്ട് നടന്നതിനെ പറ്റി ആലോചിക്കാൻ നിൽക്കാതെ നിങ്ങൾ കഴിക്കാൻ നോക്ക്
എന്ന് സുഭാഷ് പറയുന്നവൾക്ക് എല്ലാവരും അമ്പരപ്പോടെ നോക്കിയിരിക്കുക. സുഭാഷ് ഏട്ടൻ ചായ കുടിക്കാൻ പോയിട്ട് എന്താ ഇത്ര വൈകിയത് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അവിനാശിന്റെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതാ വൈകിയതെന്ന് സുഭാഷ് ഏട്ടനും. സുഭാഷ് വീണ്ടും ചാതരിയുമൊത്തുള്ള പ്രണയ നിമിഷങ്ങളെല്ലാം ഓർത്തെടുത്ത് പുഞ്ചിരിയോടെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സുഭാഷ് ഉമ്മറത്തേക്ക് എത്തുമ്പോൾ അച്ഛൻ അവിടെ റേഡിയോയിൽ പാട്ടിനൊത്ത് പാട്ടുപാടിക്കൊണ്ടിരിക്കുക. സുഭാഷ് അച്ഛനെ വിളിച്ച് അച്ഛാ ആ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറ്റോ, ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയേ അച്ഛൻ പാട്ടിന്റെ വോളിയം കുറച്ച് എന്താ എന്ന് ചോദിക്കുക. ഭക്ഷണം കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കുന്നയാൾക്ക് ഓ ഇത് ചോദിക്കാനാണോ വോളിയം കുറയ്ക്കാൻ പറഞ്ഞത്, യൂസ്ലെസ് എന്ന് പറഞ്ഞ് വീണ്ടും ശബ്ദം കൂട്ടി അച്ഛൻ പാട്ട് ആസ്വദിച്ചിരിക്കുക. സുഭാഷ് അകത്തേക്ക് പോയി ഒരു പ്ലേറ്റിൽ അച്ഛനുള്ള ഫുഡ് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുക. അച്ഛൻ അതങ്ങോട്ട് മാറ്റിവെച്ച് ഒരു ഗ്ലാസ്സിൽ ബ്രാൻഡി ഒഴിക്കാൻ തുടങ്ങുക. സുഭാഷും ഉമ്മറത്തെ പടിക്കെട്ടിൽ ആലോചനയോടെ ഇരിപ്പാ. അത് ശ്രദ്ധിച്ച അച്ഛനും എടാ നീ കഴിഞ്ഞു പോയത് ആലോചിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കേ ഏയ് അല്ല അച്ഛ എന്ന് സുഭാഷു. അച്ഛൻ പറയുന്നുണ്ട് എടാ ഈ ലോകത്ത് കല്യാണം നിന്നു പോകുന്ന ആദ്യത്തെ ആളൊന്നുമല്ല നീ. ദൈവം ഒരു കാര്യം നടക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് വേണ്ടി വേറെ മറ്റെന്തോ നല്ലത് നടക്കാൻ പോകുന്നുവെന്നാ, അത് മനസ്സിലാക്കിക്കോ എന്ന് പറയുക. അത് കേട്ട് സുഭാഷും ചിരിയോടെ നിങ്ങളൊക്കെ പറഞ്ഞതാ ശരി, എനിക്ക് തന്നെയാ തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അച്ഛൻ ബ്രാൻഡി കുടിക്കുന്നത് കാണുന്നത്. അത് ശ്രദ്ധിച്ചവനും കഴിക്കാൻ കൊണ്ടുവച്ചിരിക്കുകയല്ലേ, അത് കഴിച്ചൂടെ എന്ന് ചോദിക്കുക. രാത്രിയിൽ എനിക്ക് പ്രധാന ഭക്ഷണം ഇതാ, നീ കൊണ്ടുവന്നതേ സൈഡ് ഡിഷ് എന്ന് പറഞ്ഞ അച്ഛൻ ആ ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നേരം എടാ നീ ഒന്ന് അടിക്കുന്നുണ്ടോ എന്ന് സുഭാഷിനോടായി ചോദിക്കുന്നു. ഏയ് എനിക്കൊന്നും വേണ്ട എന്ന് സുഭാഷും. ഒരെണ്ണം അടിച്ചോടാ എന്നുവെച്ചാൽ വീണ്ടും നിർബന്ധിക്ക് എനിക്ക് ശീലമില്ലെന്ന് അറിഞ്ഞൂടെ എന്ന് സുഭാഷ്. ഓ ഇങ്ങനൊരുത്തൻ എടാ ഒരെണ്ണം അടിച്ചാൽ നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റും, കഴിഞ്ഞതിനെ പറ്റിയൊന്നും ഓർക്കത്തില്ല, ഒരു 60 ഒഴിച്ചങ്ങ് അടിക്കേ എന്നുവെച്ചാൽ പറയേ എനിക്ക് ഇപ്പൊ തന്നെ ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടന്ന അപ്പൊ തന്നെ ഉറങ്ങുമെന്ന് സുഭാഷ് പറയുന്നവൾക്ക് എന്നാ നിന്റെ ഇഷ്ടം എന്ന് അച്ഛനും പറയുക. സുഭാഷ് വീണ്ടും തറവാട്ടമ്പലത്തിൽ പോയ സമയത്തെ ചാന്ദിനിമൊത്തുള്ള സുന്ദര നിമിഷങ്ങൾ ഓർത്ത് പുഞ്ചിരിയോടെ ഇരിപ്പാ. അവൻ സന്തോഷത്തോടെ ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്ന അച്ഛനും എടാ നീ എന്താടാ തനിയെ ചിരിക്കുന്നേ, സുധീഷിനെ വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറയണോ, മനസ്സ് കൈവിട്ടോ എന്നച്ഛൻ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ഒന്നും പറയാതെ ചിരിയോടെ അച്ഛൻ കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞവൻ അതേ ചിരിയോടെ അകത്തേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. അവന്റെ ആ പോക്ക് കണ്ട് പിരിവെട്ടിയോ ഭഗവാനെ എന്ന് പറഞ്ഞ് അമ്പരപ്പോടെ ഇരിക്കുന്ന അച്ഛനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷ് ഏട്ടനിൽ വന്ന മാറ്റത്തിന്റെ കാരണമറിയാൻ സുധീഷ് അവിനാശിന്റെ വീട്ടിലേക്ക് എത്തുന്നതോ അവിടെ വെച്ച് അവിനാശ് ചാന്ദിനിയെ വിവാഹം ആലോചിച്ച കാര്യം പറയുന്നതോ സുധീഷ് കിളിക്കൂട്ടിലെത്തി എല്ലാവരെയും ആ സന്തോഷവാർത്ത അറിയിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.